അമേരിക്ക ഇറാനുമായിട്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമാബാദിൽ പോയത്, പാകിസ്ഥാൻ. ഇപ്പോൾ ചർച്ചയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കെട്ടും മാറാപ്പും ഒക്കെ എടുത്ത് അവരവരുടെ രാജ്യത്തേക്ക് തിരിച്ചു പോയപ്പോൾ പഴയതിലുള്ള സ്ഥിതിയിൽ നിന്നും മോശമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയതെന്ന് പറയേണ്ടി വരും. ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കുകയാണെന്ന് പറയുകയാണ്. പൂർണ്ണമായിട്ടും ഇറാനിയൻ തുറമുഖങ്ങളെ ഉപരോധിക്കാനും ഇറാനെ ഉപരോധത്തിലൂടെ വരിഞ്ഞു മുറുക്കാനുമാണ് അമേരിക്കയുടെ തീരുമാനം. അമേരിക്കൻ സൈനിക സംവിധാനങ്ങൾ ഹോർമുസ് കടലിടുക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ വളരെ വലിയ എതിർപ്പാണ് ഈ വിഷയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. റഷ്യയും ചൈനയും ആഗോളതലത്തിൽ തന്നെ ഇതൊരു പ്രതിസന്ധിയായി, ഊർജ പ്രതിസന്ധിയായി മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. മറ്റൊന്ന്, നാറ്റോ സഖ്യകക്ഷികളൊന്നും അമേരിക്കയോടൊപ്പം ഈ പ്രശ്നത്തിൽ ഉൾപ്പെടുന്നില്ല എന്നും ഇസ്രായേൽ മാത്രമാണ് അമേരിക്കയെ ഈ വിഷയത്തിൽ പിന്തുണക്കുന്നു എന്നുള്ളതുമാണ് മറ്റൊരു കാര്യം. ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് ഹോർമുസ് കടലിടുക്ക് ഉപരോധിച്ചുകൊണ്ട് എന്തെങ്കിലും നടപടികളിലേക്ക് നീങ്ങിയാൽ മേഖലയിലുള്ള ഒരു തുറമുഖങ്ങളും പിന്നീട് പ്രവർത്തിക്കാത്ത അവസ്ഥയുണ്ടാവുമെന്നാണ്. ഇത് UAE-യിലുള്ള തുറമുഖങ്ങൾ, അതല്ലാതെ മറ്റു ബഹ്റൈനോ അല്ലെങ്കിൽ മറ്റു അറബ് രാജ്യങ്ങളിലുള്ള തുറമുഖങ്ങളെ ഒന്നാകെ ഇസ്രായേലി തുറമുഖത്തെ അടക്കം ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. അഥവാ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കപ്പൽ നീക്കം, ചരക്ക് നീക്കം പോലും അസാധ്യമായ സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമേരിക്ക ചെന്നുപെട്ടിരിക്കുന്ന ഈ കുരുക്കിന് ലോകം മൊത്തം വില കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പരിമിതമായ തോതിൽ ലോകത്താകമാനം ഈ കപ്പലുകൾ ഹോർമുസ് കടലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾ അതാത് പ്രദേശങ്ങളിൽ എത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. ഈ അമേരിക്കൻ ഉപരോധം ഈ ഭാഗത്തു നിന്ന് ഹോർമുസിനെ ലക്ഷ്യമാക്കി, ഇറാനെ ലക്ഷ്യമാക്കി തുടങ്ങിയാൽ അവർ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇറാനിലേക്ക് ഒരു കപ്പലിനെയും ഞങ്ങൾ കടത്തിവിടുകയില്ല, മറിച്ച് പുറത്തേക്ക് ഇറാനിലേക്ക് നിന്നും പുറത്തു പോകുന്ന കപ്പലുകളെയും വിടുകയില്ല എന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എങ്കിലും ഇറാൻ പറയുന്നത് മേഖലയിലുള്ള അറബ് രാജ്യങ്ങളിലും മറ്റുള്ള രാജ്യങ്ങളിലുമൊക്കെയുള്ള അമേരിക്കയുടെയും സയനിസ്റ്റ് താല്പര്യങ്ങളുടെയും മുഴുവൻ പോർട്ടുകളും ഉപരോധിക്കുമെന്നാണ്. അപ്പോൾ ഇത് കൂടുതൽ പ്രശ്നങ്ങളാണ്. ഊർജോൽപാദനവുമായി ബന്ധപ്പെട്ട് നിലവിൽ ആയിരിക്കുന്ന പ്രതിസന്ധിയെ ഒന്നും കൂടി പരിപോഷിപ്പിക്കുന്നതാണ് നിലവിലുള്ള സാഹചര്യം എന്നുള്ളത്. ഇതിൽ അറബ് രാജ്യങ്ങളിലുള്ള ഈ പോർട്ടുകൾ എന്നുള്ളത് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയോ അല്ലെങ്കിൽ മറ്റുള്ള ലോക രാജ്യങ്ങളിലേക്കുള്ള സഞ്ചാരങ്ങൾ കൂടി പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇറാന്റെ അനുമതിയോടുകൂടി നടത്താൻ പറ്റുന്ന സാഹചര്യങ്ങൾ കൂടി ഇനി ഇല്ലാതാക്കിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന്. അതാണ് റഷ്യയും ചൈനയും അടക്കം ഇതിനെതിരെ രംഗത്ത് വരാനുള്ള കാരണം. റഷ്യ ഒന്നും കൂടി കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഇത് ആഗോള ഊർജോൽപാദന മേഖലയിൽ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും ആഗോള എണ്ണ വിപണിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇത് വലിയ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്രയും ദിവസത്തെ യുദ്ധം ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലായിരുന്നു. അത് അറബ് രാജ്യങ്ങളിലെയും മറ്റുമുള്ള പ്രശ്നങ്ങളായിരുന്നു. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ അമേരിക്കയുടെയും സയനിസ്റ്റിന്റെയും സൈനിക താല്പര്യങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ ഒന്നും കൂടി ഗതി മാറിയിരിക്കുകയാണ്, കളി മാറിയിരിക്കുകയാണ്. കൂടുതൽ പ്രതിസന്ധിയാണ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രശ്നപരമായ കാര്യം. അമേരിക്കയും ഡൊണാൾഡ് ട്രംപും ഇതിലൊരു മാറ്റത്തിന് തയ്യാറായില്ലെങ്കിൽ, ഇസ്രായേലി താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കാതെ മറ്റൊരു വഴിയിലേക്ക് സഞ്ചരിച്ചില്ല എങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം ലോകമെമ്പാടും ഉണ്ടാകും. ആഗോള ഊർജ പ്രതിസന്ധിയെ നേരിടേണ്ടി വരും. നമ്മളടക്കമുള്ള രാജ്യങ്ങൾ ഇതിന് വില കൊടുക്കേണ്ടി വരും. ഇസ്രായേലി താല്പര്യങ്ങൾക്ക്, അമേരിക്കൻ താല്പര്യങ്ങൾക്ക് ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങൾ വില കൊടുക്കേണ്ടി വരുന്ന ഒരു സങ്കീർണമായ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. നേരത്തെ ഫലസ്തീനിയൻ താല്പര്യങ്ങൾക്ക് ആരും ചെവി കൊടുക്കാതിരിക്കുകയും ഫലസ്തീനിയൻ താല്പര്യങ്ങളോടൊപ്പം നിൽക്കാതിരിക്കുകയും ചെയ്ത ലോകത്തിന്റെ ഒരു സാമൂഹിക ഘടനയെ പറ്റി നമ്മൾക്ക് പറയാനാകും. അറബ് രാജ്യങ്ങളും മറ്റുള്ള ലോകത്തിലെ പ്രബലമായ ശക്തി രാജ്യങ്ങളും ഒന്നും ഇസ്രായേൽ അധിനിവേശം ക്രൂരതയുടെ നരനായാട്ട് ഗസയിലും ഫലസ്തീനിലും നടത്തിയപ്പോൾ നിശബ്ദരായി നോക്കി നിൽക്കുകയായിരുന്നു. ആ അവസ്ഥ അന്ന് ഫലസ്തീനികൾക്ക് എത്തരത്തിലാണോ ആ പ്രതിസന്ധിയായിട്ട് മാറിയത്, സമാനമായ പ്രതിസന്ധി മറ്റൊരു വഴിയിലൂടെ ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിലേക്ക് കൂടി
എത്തപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഇസ്രായേലിനെ നിലക്കു നിർത്തിയില്ല എങ്കിൽ ലോകം അപകടകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.